ഒരാടിന്റെ എല്ല് മാത്രം, മാംസമില്ലാത്ത കാലിന്റെ എല്ല് മാത്രം എന്ന് പറഞ്ഞ ഇറച്ചിക്കടക്കാരുണ്ടല്ലോ, മാംസമൊക്കെ വെട്ടിയിട്ട് എല്ലുണ്ട് ബാക്കി പേർക്കില്ല, വേറെ ലോറിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ല് ട്രീറ്റ് ചെയ്യുന്നവർ കൊടുക്കാൻ, അങ്ങനത്തെ ഒരു എല്ലേ ഉള്ളൂ. എന്നിട്ട് മുത്തുനബിയെ വിളിച്ചു. പള്ളിയിൽ ഉസ്താദ് വരുമോ? ഒരിക്കൽ പോയി പെട്ടുപോയ പിന്നെ ഓടാൻ വയ്യല്ല, അടുത്ത വിളിക്ക് വരുമോ? അള്ളാന്റെ റസൂല് പറയാ, ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ അതിന് ഉത്തരം തരും. ഒരു എല്ലിന്റെ കഷ്ണമാണ് നിങ്ങൾ സദ്യക്ക് തന്നതെങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കൽ ഇഷ്ടമാണ്. ആരെങ്കിലും ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു എന്നാ ദഅവത്ത് ക്ഷണിക്കുന്ന സ്നേഹം കൊണ്ടാണ്. സ്നേഹം ഉണ്ടാകുമ്പോഴാ ക്ഷണിക്കുക. ദഅവത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും അതാ, സ്നേഹത്തോടെ ചെയ്യുന്ന പണി എന്നാണ്. വിവാഹത്തിന് ക്ഷണിക്കുമ്പോ ദഅവ എന്നാണ് പറയാ. അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും ദഅവ എന്നാണ് പറയാ. ദഅവത്ത് അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. അള്ളാന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു സ്നേഹം വരണം, ഫ്രണ്ട്ഷിപ്പ് വേണം, അപ്പോഴാണ് ക്ഷണിക്കുന്നത്. മുത്തുനബി ഞങ്ങൾ പറയാണ്, ഒരു എല്ലേ ഉള്ളൂ എങ്കിൽ തന്നെ ഞാൻ വരും. ക്ഷണം ഒരാള് നമ്മൾ അറിയിച്ചു വരണം, മതി. ഇന്നാള് തന്നെ വരണം, ഇന്ന സ്ഥലത്ത് വന്ന് തന്നെ എന്നെ വിളിക്കണം, എന്റെ വീട്ടിൽ തന്നെ വന്ന് എന്നെ വിളിക്കണം, എന്നെ ഒറ്റക്ക് തന്നെ വിളിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നത് അഹങ്കാരമാണ്, കിബറാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്രിൻ. അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ള ആളുകളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹ്. നമ്മൾ ആ ഏർപ്പാടൊക്കെ നിർത്തണം. വിളിച്ചില്ലെങ്കിൽ എന്താ, എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോകാൻ മറക്കണ്ടെന്ന് വിചാരിച്ച് പോകേണ്ടവരാ സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ പോകേണ്ടത് അല്ലേ? ഇന്നങ്ങനെ വിളിക്കേണ്ട ഈ പറഞ്ഞ പോളിസി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോളേജ് കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കാൻ മറന്നതായിരിക്കും വെച്ചിട്ട് എല്ലാ മണ്ഡപത്തിന് മുമ്പിൽ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് വയറ് നിറച്ച് തിന്നു പോരാ. ഓലക്കത്തെ ഏതേതാ കല്യാണം, ഇവിടെ ആണാണോ പെണ്ണാണോ പെണ്ണ് കെട്ടണോ ഒന്നും അറിയില്ല. പിന്നെ ആരും ചോദിക്കൂലല്ലോ. മണ്ഡപത്തിലൊക്കെ ഏതെങ്കിലും ഒരുത്തനെ ഈ ആരോടോ എവിടുന്നാന്ന് ചോദിച്ചു, ഏതോ ഒരു കുരുത്തക്കേടിനെ അവന് പുതിയാപ്പിളേറ്റ് എന്തോ ഒരു ബന്ധം, പുതിയാപ്പിള എയർപോർട്ടിൽ വിട്ടുകൊടുത്ത ആളായിരിക്കും ചിലപ്പോ. അതുണ്ടെങ്കിൽ തന്നെ ആ കല്യാണം കൊളാവും അല്ലേ? പുതിയാപ്പിളിന്റെ ആൾക്കാരെ തടഞ്ഞു വെച്ചു, സിന്ദാബാദ് എന്നതായിരിക്കും അവിടെ വിഷയം. അതുകൊണ്ട് പിന്നെ ആരും മുതിര ചോറല്ലേ വെച്ചു പോയിക്കോട്ടെ. ചെറുപ്പക്കാരെ, സമ്മതല്ലാതെ ഒരു ചോറുങ്ങൾക്ക് അള്ളാഹ് ഹലാലാക്കി തരില്ല. വെറുതെ എന്ത് ചെയ്യണ്ട, തടി ഹറാമിലേക്ക് കൊണ്ടുപോകരുത്. ഹറാമായി പരിപോഷണം ചെയ്യാം. പ്രത്യേകിച്ച് ടൗണിലൊന്നും കല്യാണ മണ്ഡപങ്ങളിൽ ആരും കല്യാണം വെക്കാൻ പേടിയാണ്. കുറച്ച് ടൗണിൽ നിന്ന് വിട്ടു ബസ് ഇറങ്ങി വരാൻ പറ്റുന്ന സ്ഥലമാണോ കുടുങ്ങി, ബൈക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഇടക്കൊക്കെ പെട്ടെന്ന് കാണുന്ന മണ്ഡപങ്ങളാണോ കല്യാണമൊക്കെ പൊളിഞ്ഞു. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുക. മഴക്കാലത്ത് കല്യാണം വെച്ചാൽ കഴിഞ്ഞു, ഇത്രയാ ഭക്ഷണം കഴിക്കുന്നത്. വിളിക്കാതെ പോവണേ, വിളിക്കാതെ പോയിക്കൂടാ. സുഹൃത്തുക്കൾക്ക് പോവാം. എങ്ങനെ? ഞാൻ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ അതിനൊരു കോമൺ സെൻസേ വേണ്ടതുള്ളൂ. ഞാൻ ചെല്ലുന്ന അയാൾക്ക് ഇഷ്ടമാണോ അല്ലേ? കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോവട്ടെ, അങ്ങനെ ചെല്ലണം എന്നാണ്. ആ വിവാഹ ദിവസം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അതാണ്, നിങ്ങൾ ആരും വെറുപ്പുണ്ടാക്കരുത്. സന്തോഷിച്ചു പിരിയേണ്ട ദിവസമാണത്. അന്ന് നിങ്ങൾ വെറുത്ത് തെറ്റിപ്പിരിയല്ലേ. നബി ഞങ്ങൾ പറഞ്ഞു, അലിയാരെ ഫാത്തിമ, ഇന്നത്തെ ദിവസം ലാ തുഹ്ദിസാ ശൈഅൻ ഹത്താ ആതീകുമാ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഇന്ന് ഒന്നും ചെയ്യല്ലേ. ഞാൻ വന്നിട്ടേ നിങ്ങളുടെ ഉറങ്ങാവൂ, എന്നെ കാത്തിരിക്കണം. നബിയെ കാത്തിരിക്കുന്നു. ലോകത്ത് ഹബീബായ അള്ളാഹുവിന്റെ ഹബീബായ ഹബീബിന്റെ മുത്തുനബി തങ്ങളുടെ കരളിന്റെ കഷ്ണമെന്ന് പറഞ്ഞ പൊന്നുമോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ഹബീബിന്റെ പുതിയ പിള അലി റളിയല്ലാഹു അൻഹുവും സ്വന്തം ഭാര്യ ഫാത്തിമ ബീവിയും വീട്ടിൽ കാത്തിരിക്കാൻ ഹബീബ് വരുന്നത് വരെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അമോഷന വരുന്നത്. അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാ കൊണ്ടുപോയത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോകുന്നു. ഭർത്താവിന്റെ വീട്ടിലാണ് താമസം നടത്തും. ഇവിടെ ഒന്നും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാനെ പറ്റിയൊന്നും പറയണില്ല. നമ്മള് മുന്നോട്ട് പോവാണ്. അങ്ങനെ അലി തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, അതിലൊരു ഇസ്സത്തുണ്ട്. ആട്ടെ. അങ്ങനെ നബി തങ്ങൾ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോടെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും മധ്യത്തിൽ ഇരിക്കുകയാണ്. തോളിൽ കൈവച്ചുകൊണ്ട് കട്ടിലിൽ ഇരുന്നൊരു ചൂരൽ കട്ടിലുണ്ട്. ചൂരൽ കട്ടിലാണ്. ഇന്നത്തെ ഈത്തപ്പനയുടെ ഓലകൾ വെച്ചുണ്ടാക്കിയ ഒരു കട്ടിൽ. അതിലിരുന്നു മുത്തുനബി തങ്ങൾ, ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹത്തിന്റെ അന്ന് നമ്മളെ അറൊക്കെ പൊളിക്കുന്ന ദിവസം ഉണ്ടല്ലോ,
ആ ദിവസത്തെ കഥയാണ് ഇപ്പൊ നടക്കുന്നത്. നബി തങ്ങൾ അറ പൊളിച്ചിട്ടുണ്ടോ, പുതിയാപ്പിളിനെ പൊക്കിയെടുത്ത് മരുഭൂമി കൊണ്ടുപോയിട്ടോ, ഖരാബോ ചെയ്തോ ഒക്കെ എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാരായ സുഹൃത്തുക്കള്, ചെറുപ്പക്കാർ മനസ്സിലാക്കുക. പിന്നെ അധികം പകരം വീട്ടലാണ്. വേദോട്ടൊന്നും കാര്യമില്ല, ഉസ്താദ് ഇന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്, ഞാൻ അതിന് പകരം വീട്ടാൻ കാത്തിരിക്കാം. നീ പകരം വീട്ടല്ല, അതും ചെയ്യരുത്. മുഅ്മിനീങ്ങൾ പകരം വീട്ടാൻ പാടില്ല. മുഅ്മിനീങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുക. അന്ന് വിവരമില്ലല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു ഒരു രസത്തിന്. ഇപ്പൊ തോന്നുന്നു വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടത്. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നു. എന്നിട്ട് പുതിയാപ്പിളയുടെ തോളിൽ കൈവച്ചു നിന്നു അലി റളിയല്ലാഹു അൻഹു. ഇപ്പുറത്തുണ്ട് പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയുന്നു ഹബീബായ തങ്ങൾ, അല്ലാഹുവേ ഹാദാ അലിയു അഹബ്ബുന്നാസി ഇലയ്യ ഫഅഹിബ്ബഹ്. അല്ലാഹുവേ ഇത് അലിയാണ്, അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, എന്റെ അലിയാണിത്. ഫഅഹിബ്ബഹു, അലിയെ നീ സ്നേഹിക്കണമേ തമ്പുരാനെ. ഹബീബാണ് ദുആ ചെയ്തു കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയ പവർഫുൾ ആയ ദുആ വേറെയുണ്ടോ ലോകത്ത്? അലിയാരെ സ്നേഹിക്ക റബ്ബേ, പുതിയാപ്പിളെ സ്നേഹിക്കണേ പടച്ചോനെ, എന്റെ പുതിയാപ്പിളയാണ്, എന്റെ പുതിയാപ്പിളെ നീ ഇഷ്ടപ്പെടും റബ്ബേ. ദുആ ചെയ്തു. എന്തോ ഒരു നല്ല ദുആ. വിവാഹത്തിന്റെ ആദ്യത്തെ രാവാണത്, രാത്രിയാണത്. ഇത് ദുആ ചെയ്ത് കൊടുക്കാൻ അമ്മോശന്മാർക്ക് ഒരു പക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കും. ദുആ ചെയ്യാൻ പുതിയാപ്പിളെ നേരം വിളിക്കണവരെ കിട്ടുന്നില്ലല്ലോ. പുതിയാപ്പിള തട്ടിക്കൊണ്ടേതാണ്. എത്ര പുതിയാപ്പിളാരങ്ങനെ ഇടങ്ങാറായിട്ടുണ്ടാവും റഹ്മാനായ റബ്ബേ. ചിലപ്പോ ഒരു കൂട്ടുകാർക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ടാവും മുമ്പ്, അതിന് കിട്ടിയതായിരിക്കും ചിലപ്പോ. പക്ഷെ അങ്ങനെ ചെയ്യല്ലേ, ഇത് ഇബാദത്തല്ലയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ, അന്നികാഹു സുന്നതി, ഇത് എന്റെ സുന്നത്താണ്, എന്റെ ചര്യയാണ്, എന്റെ ചര്യയാണിത്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യ ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹബീബ് സുന്നത്തായി വെച്ചൊരു അമലാണ് നമ്മൾ ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. പുതിയാപ്പിളമാരെ തട്ടിക്കൊണ്ടുപോവല്ലേ, അതുപോലെയുള്ള ആഭാസങ്ങൾ നമ്മൾ ഇനി ചെയ്യല്ലേ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടെ അങ്ങോട്ട് നന്മയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പുതിയാപ്പിളക്ക് ദുആ ചെയ്തു കൊടുക്കേണ്ട നേരമാണത്, നേരമാണത്. അല്ലാഹുമ്മ ബാരിക് ലഹ് ബാറകല്ലാഹു ലക, അല്ലാഹുവിനോട് ബറക്കത്തിന് ചോദിക്കേണ്ട നേരമാണത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. ബാറകല്ലാഹു ലകുമാ വബാറക ഫീകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. അന്ന് ജാഹിലിയക്കാർ ദുആ ചെയ്യുമായിരുന്നു ബിർറഫാഇ വൽ ബനീൻ, ബിർറഫാഇ വൽ ബനീൻ. കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളോട് ആദ്യം അതാ പറയാ, ബിർറഫാ വൽ ബനീൻ, നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, ആൺകുട്ടികൾ ഉണ്ടാവട്ടെ. അത് നബി ഞങ്ങൾ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾക്ക് പെൺകുട്ടികൾ വേണ്ടല്ലേ. വതജഅലൂന ലില്ലാഹി ബനാതിൻ സുബ്ഹാന, നിങ്ങൾക്ക് പെൺകുട്ടികളെ വേണ്ട, പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപമാനമല്ലേ. എന്നിട്ട് അള്ളാഹുവിന് പെൺകുട്ടികളുണ്ട് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യാം. കാരണം അവര് ഇസ്ലാമിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മലക്കുകൾ പെൺകുട്ടികളാണെന്ന് അവര് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹു പെൺകുട്ടികളും അല്ലേ, അങ്ങനെ അവര് പറയാറുണ്ട്. ബിർറഫാ വൽ ബനീൻ, ആൺകുട്ടികളെ ജനിക്കട്ടെ എന്ന് പറയും, ആശീർവദിച്ചു കൊടുക്കും. ഹബീബ് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാഹു ചെയ്യുന്ന റഹ്മത്തല്ലയോ. അതുകൊണ്ട് ദുആ ഇറക്കേണ്ടത് ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫ്. അല്ലാഹു നിങ്ങൾ രണ്ടുപേർക്കും ബറക്കത്ത് തരട്ടെ, ഐശ്വര്യം തരട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾക്കിടയിൽ അല്ലാഹു സ്നേഹം തരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം തരട്ടെ. അങ്ങനെയാ പറയേണ്ടത്. ആൺകുട്ടികളെ മാത്രം ചോദിക്കുമ്പോ പെൺകുട്ടികളെ വേണ്ട എന്ന ധ്വനി എവിടെയുണ്ട്? അല്ലാഹു തആല മക്കളെ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോ പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? പെൺകുട്ടികളെ കൊടുക്കുന്നല്ലേ ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ആൺകുട്ടികളെ കൊടുക്കും, പിന്നെയാ പറഞ്ഞത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുമെന്ന്. യഹബു ലിമൻ യശാഉ ഇനാഥാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ الذുകൂറ, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥാ, ചില ആളുകൾക്ക് ആൺമക്കളെയും കൊടുക്കും പെൺമക്കളെയും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ,
ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ തന്നെ കൊടുക്കുന്നില്ല. ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, മക്കളില്ല. അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. ആശ്വസിക്കണം, തകർന്നു പോവരുത്, തകർന്നു പോവല്ലേ. അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മിയുന്നിൽ മർഅ അൻ തലിദൽ ഇനാത അവല. ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞു പെൺകുട്ടിയാവലെന്ന് മഹാനായ വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് ഒരു പെണ്ണിന് കിട്ടുന്ന ബറക്കത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പെൺമക്കളെ എന്നല്ലേ പറഞ്ഞത്? പിന്നെയല്ലേ ആൺമക്കളെ പറഞ്ഞത്? പിന്നെയല്ലേ ആണും പെണ്ണും എന്ന് പറഞ്ഞത്? അതുകൊണ്ട് എന്ന ജാഹിലിയത്തിന്റെ അഭിവാദ്യം ഇനി നിർത്തിവെക്കണം. നിങ്ങൾ പറയേണ്ടത് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ എന്നാണ്. അതുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്തത്, റബ്ബേ എന്റെ അലിയെ നീ സ്നേഹിക്കണമേ. വഹാദിഹി ഫാത്തിമ, ഇതെന്റെ മോള് ഫാത്തിമയാണ്. അല്ലാഹുവേ അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഫഅഹിബ്ബഹാ, അവളെ നീ ഇഷ്ടപ്പെടണേ തമ്പുരാനെ. രണ്ടുപേരും ഇടക്കിരുന്ന് മുത്തനബിയാണ് ഈ ദുആ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ വീട്ടുകാർ വന്ന് ആശീർവദിക്കണം. ബാറകല്ലാഹു ലക്കുമാ എന്ന് ദുആ ചെയ്യണം. നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആശീർവാദങ്ങളൊക്കെ അങ്ങനെയാണ്. ആശീർവദിക്കണം. വിവാഹത്തിന്റെ ആദ്യത്തെ രാവിലെ അവർക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആളുകൾ എവിടെ? ആഭാസങ്ങൾ കണ്ട് പേടിച്ചിട്ട് ഭാര്യ ഭർത്താവിന് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാക്കി വെക്കുമ്പോ എങ്ങനെയാണ് മുഅ്മിനേ ഈ പ്രാർത്ഥനകൾ ഇവിടെ ഫലിക്കുന്നത്? അതുകൊണ്ട് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുക, ആഭാസങ്ങൾ ഉണ്ടാക്കല്ലേ. ആ ദിവസം നമ്മൾ നശിപ്പിക്കേണ്ടവരല്ല. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും കിടന്നുറങ്ങാനുള്ള സൗകര്യം ഫാത്തിമ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ. ഒരു തലയണ വാങ്ങി. ഈത്തപ്പനയുടെ ഓലയായിരുന്നു ആ തലയണയുടെ ഉള്ളിലുണ്ടായിരുന്നത്. കുഷ്യനൊന്നല്ല എന്നർത്ഥം, സ്പോഞ്ച് അല്ല. ഈത്തപ്പനന്റെ ഓല വെച്ച എന്ത് സ്പോഞ്ച്? ഏതാനും ചില പാത്രങ്ങളും ഒരു കിസാഉൻ, ഒരു പുതപ്പും വാങ്ങിച്ചു അലി റളിയല്ലാഹു അൻഹു. വിവാഹത്തിന്റെ അന്നാണ് വാങ്ങുന്നത്. നമ്മൾ വിവാഹത്തിന് വേണ്ടി മണിയർ ഉറക്കുന്ന പോലെ, ഒരുക്കുന്ന പോലെ അന്നത്തെ ഒരുക്കലാണത്. അതിനർത്ഥം എന്താ? അതുവരെ അവിടെ തലയണല്ല, ആ വീട്ടിൽ പുതപ്പില്ല. അന്നാണ് തലയണ വാങ്ങിക്കുന്നത്, പുതപ്പ് വാങ്ങിക്കുന്നത്. എങ്കിൽ അതോടെ ഉണ്ടല്ലോ എന്നല്ല പറയില്ലേ നബി തങ്ങൾ? അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുങ്ങണമെന്ന് പറഞ്ഞു. അത് ആ ജീവിതത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾ സന്തോഷകരമാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന എത്രയോ ലക്ഷങ്ങൾ ചെലവിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ച് ബാർഗെയിൻ ചെയ്ത് പുതിയാപ്പിളയോടും പെണ്ണിന്റെ വീട്ടുകാരോടും കാശ് തന്നാലല്ലാതെ ഞങ്ങളോടൊന്ന് ഇറങ്ങിപ്പോവില്ലെന്ന് കള്ളു കുടിച്ചുവെന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ കാണുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യരുതാ, നമ്മുടെ മക്കളൊക്കെ ചെയ്യാൻ പാടുള്ളതോ? അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബാണ് പറഞ്ഞത്, എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണേ. അവർ ഹൃദയം ലോലമായവരാണ്, അവരെന്റെ കൂടെ നിന്നവരാണ്. പ്രായമുള്ളവർ എനിക്കെതിരെ നിന്നപ്പോൾ അവർ എന്റെ കൂടെ നിന്ന മക്കളാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണമേ. ആ ഹദീസിനെ മുൻനിർത്തിയാണ് മുഅ്മിനെ. നമുക്ക് ആക്ഷേപമില്ല, ചീത്ത പറയുകയല്ല. നിങ്ങളെ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. തെറ്റുകൾ നമ്മൾ തിരുത്തണം, ചെയ്യല്ലേ. അത് ആഭാസങ്ങളാവല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോളെ കല്യാണം കഴിച്ചു കൊടുത്ത രാവാണത്. നബി തങ്ങൾ പറഞ്ഞു, അലിയെ കൈ നീട്ടണം. എന്നിട്ട് ഫാത്തിമയുടെ തലയിൽ നിങ്ങളൊന്ന് കൈവെക്കണം. ഞാൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് ചൊല്ലണം. എന്താണ് ആ പ്രാർത്ഥന? അലി റളിയല്ലാഹു അൻഹു കൈ നീട്ടുകയും ഫാത്തിമ ബീവിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, അലിയാരെ ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഹിയ ലഹ വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഹിയ ലഹ. അല്ലാഹുവേ, ഈ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈർ നീ എനിക്ക് നൽകണമേ. അവരിൽ നിന്ന് അവർ കാരണം എന്തെല്ലാം ഖൈറുണ്ടാകുമോ ആ ഖൈറും എനിക്ക് നൽകണമേ.